ഹായ്, ഞാൻ നിതിൻ. ഞാൻ ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായിട്ട് വന്നിരുന്നു, ഡ്രൈവിംഗ് ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, ഡ്രൈവിംഗ് ആൻഡ് പണിഷ്മെൻറ്റ് 2. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് അവിചാരിതമായിട്ട് എനിക്കൊരു വീഡിയോ കിട്ടി. ആക്ച്വലി ആ വീഡിയോയാണ് ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കാര്യം മനസ്സിലുണ്ടായിരുന്നു, അത് പക്ഷെ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇന്ന് അവിചാരിതമായിട്ട് വാട്സപ്പിൽ എനിക്കൊരു വീഡിയോ കിട്ടി. നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു വീഡിയോയാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹമാണ് നീ ഇത് പറഞ്ഞില്ലല്ലോ എന്ന് ഓർപ്പിക്കാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹം ഞാൻ ഇന്നലെ എന്താണോ പറഞ്ഞു വെച്ചത് അതേ കാര്യം തന്നെയാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. അതിൻ്റെ കൂടുതൽ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാനൊരു സ്നേഹം കൊണ്ട് ഞാനൊരു വിവരം അറിയിക്കുന്നേ ഉള്ളൂ. എൻ്റെ ഉപദേശമല്ല, കൽപ്പനയല്ല, ഒന്നുമല്ല. വെറുതെ പറഞ്ഞതാണ്. ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. മോട്ടോർ സൈക്കിളിലും ചില ലൈറ്റ് മേളിൽ വെച്ചിട്ടുണ്ട്, ഓട്ടോറിക്ഷ മുമ്പിൽ ചില ലൈറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കമ്പനി തന്ന ലൈറ്റ് അല്ലാതെ ഏതെങ്കിലും ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അഴിച്ചു മാറ്റുക. ഇനി അഴിച്ചു മാറ്റാൻ കോടതി നിർദ്ദേശമുണ്ട്, നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതിലുപരിയായി ഹൈക്കോടതിയുടെ ശക്തമായ താക്കീതുണ്ട്. അനുസരിച്ചേ പറ്റൂ. എത്രയും പെട്ടെന്ന് അഴിച്ചു മാറ്റുക. അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ വന്ന് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കൊരു പിണക്കം ഉണ്ടാവണ്ട. അയ്യോ, ഞാൻ കാശ് കൊടുത്ത് മാറ്റി വെച്ച സാധനമല്ലേ, എൻ്റെ വണ്ടിക്ക് അതൊരു അലങ്കാരമല്ലായിരുന്നു, മഞ്ഞ ലൈറ്റും വെക്കാൻ അധികാരമില്ല. നമുക്ക് പറ്റില്ല. കമ്പനി എന്താണോ നൽകിയിരിക്കുന്നത് അത്. ഇപ്പോൾ കമ്പനി എന്നൊക്കെ LED ലൈറ്റാണ് വരുന്നത്, അതിന് മുമ്പിൽ ലെൻസ് പിടിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. എതിർവശത്ത് വരുന്ന ആളിൻ്റെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ അപകടത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതയുണ്ട്. ഇല്ല, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാൻ പറഞ്ഞു തന്നില്ല എന്ന് പറയാം. ഡിമ്മം റൈറ്റും അടിക്കാനും നിങ്ങളെ പഠിപ്പിച്ച് കാണില്ല. ഡിമ്മം റൈറ്റും അടിക്കണം. എതിരെ വണ്ടി വരുമ്പോൾ ഡിം അടിച്ചു കൊടുക്കണം. രണ്ടുപേരും ആ അന്തസ് കാണിക്കണം, മര്യാദ കാണിക്കണം. 4 വരി പാതയാണെങ്കിൽ അതിലെ പോകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ എതിരെ വണ്ടി വരുമ്പോൾ ഡിം അടിച്ചു കൊടുക്കണം. പണ്ട് കാലത്തൊക്കെ എല്ലാ ഡ്രൈവർമാരും ചെയ്യുമായിരുന്നു. ഇപ്പം ഒരു വണ്ടിയും ഡിം അടിക്കില്ല. ഡിം അടിച്ചു കൊടുക്കുന്നത് ഒരു കുറച്ച് രൂപയാണ്. ഞാൻ അടിച്ചു, മറ്റേ ആൾ അടിച്ചില്ല, എന്നെ കളിയാക്കണം, ഞാൻ ഇനി അടിക്കില്ല എന്ന വാശിയാണ്. നമ്മളടിച്ചേക്കാം, നമ്മൾ ഓരോരുത്തരും ഡിം അടിച്ചു കൊടുക്കുകയാണ്. അയാൾ സംസ്കാരമില്ലാത്ത ഡ്രൈവിംഗ് നടത്തുന്ന ഒരാൾ അങ്ങനെ ചെയ്തോട്ടെ, അതിൻ്റെ ഫലം അയാൾ അനുഭവിക്കും. നമ്മൾ ഡിം അടിച്ചു കൊടുക്കുക, നമ്മൾ ആ വണ്ടി പാസ് ചെയ്യുന്നതിന് നമ്മൾ റൈറ്റ് ആക്കുക. ഇതൊക്കെ ലോകത്തെല്ലായിടത്തുള്ള കാര്യമാണ്. പല അപകടങ്ങളെയും കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഈ ലൈറ്റുകൾ ഒരു കാരണവശാൽ, അതായത് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ബസ്സിൻ്റെ, ലോറിയുടെ, ഓട്ടോറിക്ഷയുടെ, സ്കൂട്ടറിൻ്റെ, കാറിൻ്റെ, പ്രത്യേകിച്ച് ഈ താർ ജീപ്പിലൊക്കെ നിറച്ച് മേളിലൊക്കെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും അനുവദിക്കത്തില്ല. അത് ഒരു സ്ഥലത്ത് നിർത്തി പിടിച്ചു പറിച്ച് ഇളക്കുന്നതിനേക്കാൾ നല്ലത് മാന്യമായി നിങ്ങൾ ഇളക്കാൻ ഡാമേജ് കുറഞ്ഞിരിക്കും. കേട്ടില്ലേ പുള്ളി പറഞ്ഞ കാര്യം? ഇത് എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഡിമ്മും ബ്രൈറ്റും അത് നമ്മൾ ഉപയോഗിക്കേണ്ട സാധനം തന്നെയാണ്. നമുക്ക് കൂരിരുട്ടുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വഴി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയുടെ ബ്രൈറ്റ് ഉപയോഗിക്കണം. അതിനാണല്ലോ അത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പം അവനും കാണണം, റോഡ് കാണണം, എന്നാലേ അവന് വണ്ടി കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. രണ്ടുപേരും അത് ചെയ്യണം. ഓപ്പോസിറ്റ് വരുന്ന 2 വണ്ടിക്കാരും അത് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് സുഖകരമായിട്ട് യാത്ര മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ ഹാലജൻ ലൈറ്റുകൾ. താറ് പോലുള്ള വണ്ടികളിലൊക്കെ എന്തുമാത്രം ലൈറ്റുകളായി വെച്ച് പിടിപ്പിക്കുന്നതെന്നറിയും, കണ്ടിട്ടുണ്ടല്ലോ. എന്തൊരു കഷ്ടമാണെന്നത്. വണ്ടി ഓടിക്കുന്നവൻ അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. കാരണം നമ്മൾ വണ്ടിയിൽ വെറുതെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ കൺട്രോൾ ഫുള്ള് നമ്മുടെ കയ്യിലാണ്. അത് നമ്മൾ ആ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തിരിക്കുന്ന എല്ലാവരുടെയും ജീവനാണ് പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക. എല്ലാവരും ഇത്തരം കാര്യങ്ങൾ കണ്ട് നല്ല രീതിയിൽ വാഹനങ്ങൾ ഓടിച്ച് നമുക്ക് റോഡിലെ അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. താങ്ക് യു. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. പറ്റുമെങ്കിൽ ഒന്ന് ഷെയറും ഒരു കമൻറ്റും ഒക്കെ ഇട്ടോ. ഇരിക്കട്ടെ.